ചെമ്പപ്പാറ നാച്ചുറൽ ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴയെല്ലാം മാറിയിട്ടോ, ഇന്ന് നല്ലൊരു തെളിവുള്ള ദിവസമാണ്. 2 ദിവസമായിട്ട് മഴ കുറവുണ്ട്. ഇന്നൊരു നല്ല വെയിലൊക്കെ തെളിയുന്നുണ്ട് കേട്ടോ. പക്ഷികളൊക്കെ നല്ല ഒച്ചയും മേളമൊക്കെ ഇടുന്നുണ്ട്, കാറുന്നുണ്ട്. മഴയൊക്കെ മാറിയതുകൊണ്ട് എല്ലാവരും പുറത്തിറങ്ങി പറക്കുകയൊക്കെ ചെയ്യുവാണേ. നല്ലൊരു അന്തരീക്ഷമാണ് ഇനിയിപ്പോൾ. ഇനി മഴ ഉണ്ടായിരിക്കും, എന്നാലും തൽക്കാലത്തേനൊന്നും കുറഞ്ഞെന്ന് തോന്നുന്നു. മഴയൊക്കെ മാറിയതുകൊണ്ട് കുറേ ഡ്രസ്സുകളൊക്കെ അലക്കിയിട്ടു. പൂച്ചെടികളൊക്കെ സന്തോഷമായിട്ടോ, മഴയൊക്കെ പോയതുകൊണ്ടേ ഈ പൂച്ചെടികളൊക്കെ പൂ വിരിയാൻ തുടങ്ങിയേ. ഇതുണ്ട് ചെറിയ ഇലയുള്ള ചെടി. ഇത് വേറെ ഒരു സൈസ് ചെടിയാണ്, ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല കേട്ടോ. നമ്മുടെ ഇങ്ങനെ കൂടിക്കൂടി ഉണ്ടാവും, പൂ ഉണ്ടാവുകയില്ല. ഇല കാണാൻ നല്ല ശേലാണേ, നല്ല നീളമുള്ള ഒരു സൈസ് ഇല. ഇത് ഈ ചെടി ബാമ്പു. ബോൾസും ചെടിയൊന്നും അങ്ങനെ പോയിട്ടില്ലായിരുന്നു, 1-2 ഉണ്ടായിരുന്നു. ഞാനതെല്ലാം ഓരോ ചെടിച്ചട്ടിയിലേക്ക് ഒടിച്ചൊടിച്ച് വെച്ചു. അതൊക്കെ ഒന്ന് പിടിച്ചു വന്നിട്ടുണ്ടേ. നേരത്തെ എല്ലാം ഒന്ന് പോയതായിരുന്നു കേട്ടോ. ഈ ചെടിയുടെ പൂ കാണാൻ നല്ല രസമുണ്ട്. ചുമലയും മഞ്ഞയും കൂടെ കൂടിയ ഒരു കളറ്. ഇത് മഞ്ഞച്ചെടി, കോളാമ്പിപ്പൂ പോലെയുള്ള ചെടി ഉണ്ടാകുന്ന പൂ ഉണ്ടാകുന്ന ചെടി കണ്ടോ. ഇത് നമ്മുടെ കമ്മൽ ചെടി കണ്ടോ, കമ്മൽ പോലെയല്ലേ ഇതിൻ്റെ പൂ ഇരിക്കുന്നത്. കമ്മൽ ചെടി, കമ്മൽ പോലെ പൂ ഉണ്ടാകുന്ന ചെടിയാണ് കമ്മൽ ചെടി. കണ്ടോ, കിളികളെല്ലാം നല്ല ഒച്ചയടിയിലാണേ. മഴ മാറിയപ്പോഴത്തേനും എല്ലാവർക്കും എന്തൊരു സന്തോഷമാണെന്ന് കണ്ടോ. കണ്ടോ, ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു ചിക്കൻ കറി വെക്കാം. ഉച്ചയൂണിന് ഒരു ചിക്കൻ കറി വെക്കാം. ചിക്കനെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ചിക്കൻ വറുക്കാതെയാണ് കറി വെക്കുന്നത്. വറുക്കാതെ ഒന്ന് കറി വെച്ച് നോക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിരിക്കുന്നത് ചേർക്കാം. കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞ് കീറി വെച്ചിരിക്കുന്നത് കൂടി ചേർക്കാം. ഇതിൻ്റെ കൂടെ ഒരു 2 സവോള അരിഞ്ഞ് വെച്ചിരിക്കുന്നത് കൂടി ചേർക്കാം. ഇതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവോളയും ചെറിയ തീ നന്നായിട്ട് കൂട്ടി വെച്ചെങ്കിൽ ഈ സവോള വഴറ്റിയെടുക്കാൻ പറ്റുള്ളൂ. സവോളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒഴിക്കാം. പൊടികൾ ചേർക്കാം. ആദ്യമായിട്ട് മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ചേർത്തു. ഇനി മഞ്ഞൾപ്പൊടി 1 സ്പൂൺ ചേർത്തു. മല്ലിപ്പൊടി മല്ലിപ്പൊടിയും ചേർത്തു. മസാല, ചിക്കൻ മസാല ചേർക്കാം. 2 സ്പൂൺ.
സ്പൂൺ ചിക്കൻ മസാലയും കുറച്ച് പെരിഞ്ചീരകം കൂടി ചേർത്തേക്കാം, വെറുതെ ഇരിക്കട്ടെ. നല്ല പെരിഞ്ചീരകം ഇറച്ചി വേകാനും ഗ്യാസിനും ഒക്കെ നല്ലതാണ് പെരിഞ്ചീരകം. അതുപോലെ 2-3 ഏലക്ക, ചുമ്മാ ഇറച്ചിയിലൂടെ കിടന്ന് വേകട്ടെ, നല്ലതാണ്. 3-4 ഗ്രാമ്പൂ, എല്ലാം സ്പൈസസ് ആണ് കേട്ടോ. ഇറച്ചിയിലൂടെ ഇങ്ങനെ കിടന്ന് വേകുന്നത് നല്ലതാണ്. ഇറച്ചിക്ക് നല്ല മയം കിട്ടും, പെട്ടെന്ന് വേകും, ഇറച്ചിയുടെ കൊഴുപ്പ് കുറയും, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊക്കെ ചേർത്താൽ. കുറച്ച് കുരുമുളക് പൊടിച്ചതല്ല, കുരുമുളകോടെ കുറച്ച് ചേർക്കാം. എല്ലാം നല്ലതാണ് കേട്ടോ. ചിക്കൻ കറിക്ക് നല്ല രുചി കിട്ടാൻ ഏറ്റവും നല്ല സാധനങ്ങളാണ് ഇതെല്ലാവരും. കുറച്ച് തക്കാളിക്ക കൂടി ചേർക്കാം. സവോളയ്ക്ക് ഇതിനെല്ലാം ഉപ്പ് ഒഴിച്ചതായിരുന്നു. പിന്നെ ഇറച്ചിക്കകത്ത് ഉപ്പിട്ട് വെച്ചിരുന്ന ഇറച്ചിയാണ്. ഞാൻ ചിക്കൻ കഴുകി ഉപ്പിട്ട് വെച്ചിരിക്കുമായിരുന്നു, ഫ്രിഡ്ജിൽ വെച്ചിരിക്കുമായിരുന്നു. രാവിലെ എടുത്ത് വെള്ളത്തിലിട്ട് കഴുകി ഒന്നുകൂടെ കഴുകിയെടുത്താണ്. ഇതിലേക്ക് നമുക്ക് ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ട് വെച്ചിരുന്നതായതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ഇനിയും ചേർത്താൽ മതി. എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അരപ്പെല്ലാം നന്നായിട്ട് ചിക്കനിലേക്ക് പിടിക്കണം, അതിന് വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ചെറിയ തീയിൽ ഒരു 20 മിനിറ്റ് നേരം ഇരുന്ന് നന്നായിട്ട് വേണം. നമ്മുടെ ചിക്കൻ കറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ വെള്ളമൊന്നും ഒഴിച്ചില്ല, ആ ചിക്കൻ്റെ വെള്ളവും എല്ലാം കൂടെ കൂടി നന്നായിട്ട് വെന്ത്. ഞാൻ ചിക്കൻ കറി ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിരുന്നു കേട്ടോ. അത് ആദ്യത്തേത് ചെറിയ പാത്രമായിരുന്നേ. അപ്പോൾ നമ്മൾ ചിക്കൻ കറി വെന്ത് വന്നിട്ടുണ്ട്. ചിക്കൻ കറിക്ക് ഇച്ചിരി എണ്ണ കൂടി ചേർക്കാം. എണ്ണ ചേർക്കാനായിട്ട് ഈ പാത്രം അടുപ്പത്ത് താളിച്ച് ചേർക്കാം. എണ്ണ വെക്കും. ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചേർക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇടാം. നമുക്ക് ചിക്കൻ കറിയിലേക്ക് ചേർക്കാം. കുറച്ച് എണ്ണ മിച്ചമുണ്ടേ. നമുക്ക് കപ്പ താളിക്കാം. ഇന്നലെ വേവിച്ച് വെച്ചിരുന്ന കപ്പയാണേ, അത് ചൂടാക്കി വെക്കാം. ഉള്ളിയും കറിവേപ്പിലയും എല്ലാം അതിനകത്ത് മിച്ചമുണ്ട്. അതിനകത്ത് ഇച്ചിരി കപ്പ കൂടി ഒന്ന് ചൂടാക്കി വെക്കാം. കപ്പ ഇങ്ങനെ എണ്ണ ചേർത്ത് ചൂടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ കറിവേപ്പില കൂടി ഇതിനകത്ത് വയ്ക്കാം. കപ്പയ്ക്കകത്തോട്ട് അപ്പം നമ്മുടെ ചിക്കൻ കറി നല്ല റെഡിയായി വന്നിട്ടോ. അതുണ്ടോ നോക്കാം.
സൂപ്പർ. ചിക്കൻ കറി എന്തോ കപ്പയുണ്ട്, കപ്പൻ ചൂടായി നിന്നിട്ടുണ്ട്, ചോറുണ്ട്, ഏത് വേണമെങ്കിലും കഴിക്കാം. എനിക്ക് കപ്പ ഇഷ്ടം, ചിക്കൻ ഉള്ളതുകൊണ്ട് ഞാൻ കപ്പ കഴിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.